മെയ് 4-ാം തീയതി നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയ മക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപക്ഷെ 1 വർഷമായിട്ടോ 2 വർഷമായിട്ടോ ചിലപ്പോൾ 3 വർഷമായിട്ടോ നീറ്റിന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കാലഘട്ടത്തിനകത്ത്, നിങ്ങൾക്ക് ലഭ്യമായ കാലഘട്ടത്തിനകത്ത് നിങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പുറകോട്ട് നോക്കുമ്പോൾ ഏതാനും ചില ദിവസങ്ങളിലൂടെയൊക്കെ ജോലി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അല്പം കൂടെ പഠിച്ചേക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയേക്കാം. നമുക്കാർക്കും പുറകോട്ട് പോകാനുള്ള മാർഗമില്ല. ഈ മണിക്കൂറിൽ നിന്ന് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ കഴിവിനപ്പുറം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനുകൾ തന്നെ കിട്ടും. ഞാൻ പഠിച്ച ഭാഗത്തു നിന്നും മാത്രം ക്വസ്റ്റ്യൻ കിട്ടും. കഴിഞ്ഞ വർഷം 1-ാം റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞത്, നീറ്റ് പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ കിട്ടിയ 200 ക്വസ്റ്റ്യനും ഞാൻ പലവട്ടം കണ്ടതായിരുന്നു, പലവട്ടം ചെയ്തതായിരുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്നാൽ എൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ സമയത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസത്തോടെ, ഒപ്പം എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ബ്രില്യൻറ്റ് ടീം അംഗങ്ങൾ, എൻ്റെ അധ്യാപകർ, എൻ്റെ മെൻറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് ആ സമയത്ത്, പ്രത്യേകിച്ചും സൺഡേ 2 to 5 എന്ന ആ സമയം നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങളായിട്ട് മാറട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പോവുക. അബദ്ധങ്ങളൊന്നും കാണിക്കാതെ ആ 3 മണിക്കൂർ നേരം നന്നായി ഉപയോഗിച്ച് 180 ക്വസ്റ്റ്യനും ശരിയാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. ഒരിക്കൽ കൂടി ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങളുടെയും ഒപ്പം എൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അങ്ങോട്ട് അയക്കും. ഓൾ ദ ബെസ്റ്റ്. 2025 മെയ് 4 നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ആ പ്രധാനപ്പെട്ട ദിവസത്തിൽ എല്ലാ കുട്ടികളും സമാധാനമായി പോയി പരീക്ഷ എഴുതുക. നിങ്ങൾ തലേ ദിവസം നന്നായിട്ട് കിടന്നുറങ്ങുകയും കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയും ചെയ്യുക. രാവിലെ തന്നെ സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും, അതുപോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച്, വണ്ടിയിലിരുന്നൊക്കെ ആഹാരം കഴിച്ച് കയറുക. നമ്മൾ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നത് പോലെ, നമ്മളുടെ സെൻറ്ററിൽ പരീക്ഷയ്ക്ക് വരുന്ന പോലെയുള്ള ലാഘവത്തോടെ പോയാൽ മതി. അപ്പം പോകുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും പഠിക്കണ്ട. നിങ്ങൾ സമാധാനമായി ഹാളിൽ കയറിയിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും ഒക്കെ കിട്ടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുകയും ആൻസർ പേപ്പറിൽ എല്ലാം ഫില്ലപ്പ് ചെയ്ത് സമാധാനമായി വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാൻ പറയുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും ഉണ്ടോ എന്ന് ഒന്നും കൂടി നോക്കി പതുക്കെ ക്വസ്റ്റ്യനൊക്കെ കണ്ട് പതുക്കെ തുടങ്ങുക. നിങ്ങൾ ഏത് ഓർഡറിലാണോ ചെയ്യുന്നത് അതേ ഓർഡറിൽ ചെയ്യുക. എല്ലാം ആൻസർ ചെയ്ത് പോരുക. പരീക്ഷ എളുപ്പം വരാൻ സാധ്യതയുണ്ട്, അല്പം വിഷമവും വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെങ്ങനെ ഫീൽ ചെയ്യുന്നു? എളുപ്പമാണെങ്കിൽ നിങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യുക. വിഷമമാണെങ്കിലും നമുക്ക് അശ്രദ്ധ പാടില്ല. അപ്പം എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേരുന്നു. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ ജീവിത വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നീറ്റ് എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു.
നിങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ധൈര്യത്തിൽ, നല്ല ആത്മവിശ്വാസത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, 4-ാം തീയതിയിലെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഒരു വർഷം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഞങ്ങൾക്കും തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. നന്നായി പരീക്ഷ എഴുതുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈശ്വര അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സേവനം ചെയ്യാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഡോക്ടറാകുന്നത്. തീർച്ചയായിട്ടും അതുവഴി ഈശ്വര സ്പർശനം നിങ്ങൾക്കുണ്ടാകും എന്നത് സത്യമാണ്. പഠിച്ചതെല്ലാം ഓർക്കട്ടെ. തീർച്ചയായിട്ടും പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ പരീക്ഷ എഴുതി 4-ാം തീയതി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നിങ്ങൾ പുറത്തു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒന്നും കൂടെ നേരുന്നു. ഈശ്വര അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.